ഹലോ. അപ്പം ഇന്ന് നമ്മൾ ഒരു മീൻ വെച്ചിട്ടൊരു കറി ഉണ്ടാക്കാൻ പോവാണേ. കറിയല്ല, അച്ചാർ. അപ്പോൾ മീൻ ഞാൻ വൃത്തിയാക്കി അതിൻ്റെ മാംസം എടുത്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുറേശ്ശെ മുള്ളുകളുണ്ടാവും. ആ മുള്ളുകൾ കളഞ്ഞിട്ട് വേണം നമ്മളിത് അരിഞ്ഞ് വെക്കാനായിട്ട് കേട്ടോ. ചെറിയ ചെറിയ പീസാക്കി നമ്മൾ അരിഞ്ഞ് വെക്കുകയാണേ. അതായത് ഇത് ചൂരമീനാണ്. അതിൻ്റെ ആ കറുത്ത മാംസം, ചൂരയാണ് കുറച്ചും കൂടെ നല്ലത് അച്ചാറിടാനായിട്ട്. അതുകൊണ്ടിട്ട് കറുത്ത മാംസമുള്ള ഭാഗം ഒക്കെ ഇത് ചൂടടിക്കുമ്പോഴത്തേനും നല്ല സ്ട്രോങ് ആവും കേട്ടോ. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് ചെറിയ പീസാക്കി അരിഞ്ഞെടുത്ത് ഇടയ്ക്കൊക്കെ മുള്ളുകൾ ഉണ്ടായിരുന്നു. എന്നാലും അത് കളഞ്ഞ് ഞാനെല്ലാം കൂടെ ചെറിയ പീസാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആഗ്രഹങ്ങളൊക്കെ തോന്നുമ്പോൾ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലാണെങ്കിലും സ്വന്തമായിട്ടുണ്ടാക്കി കഴിക്കുമ്പോൾ അതിൻ്റേതായ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അതുകൊണ്ടിട്ട് ഞാൻ ചെറിയ പീസാക്കി ഇത് മുറിച്ച് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കുന്നതിൽ നല്ലതാണ് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നത്. വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാലോ എന്തുമാത്രം അതിനകത്ത് കെമിക്കലൊക്കെ ചേരുന്നുണ്ട് എന്നുള്ളത്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിൽ ഏറ്റവും നല്ലതാണ്. പിന്നെ നമ്മൾ അതിനകത്തേക്ക് കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് നേരം നമ്മളിത് ഈ മസാല ഒന്ന് പിടിക്കാനായിട്ട്, ഈ മുളകൊക്കെ അതിലേക്കൊന്ന് പിടിച്ച് ഉപ്പൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് നമ്മളിത് തിരുമ്മി കൂട്ടി മാറ്റി വെക്കുകയാണേ. മാറ്റി വെച്ചതിന് ശേഷം നമ്മളൊരു 10-15 മിനിറ്റോളം ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. വെച്ചതിന് ശേഷമാണ് നമ്മൾ ഇതൊന്ന് വറുത്തെടുക്കണം കേട്ടോ. വറുത്തെടുക്കണം എന്ന് പറയുമ്പോൾ നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ട് തന്നെ നമുക്കിത് വറുത്ത് കിട്ടണം. അപ്പോൾ ഇതിങ്ങനെ കുറേ നേരം ഇരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ഇതൊക്കെ അതിലേക്ക് പിടിക്കും കേട്ടോ, മസാലയൊക്കെ. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഈ മീൻ, നമ്മൾ ഈ മാറ്റി വെച്ചിരിക്കുന്ന മീനെല്ലാം ഇട്ടിട്ട് നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാവേ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ആദ്യമേ തന്നെ കടുക് ഇട്ട് കൊടുക്കണം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേനും കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചെറിയ ഉള്ളിയും, പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളിയും, പിന്നെ ഒരു 2 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇട്ട് കൊടുത്തത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നല്ല ഗോൾഡൻ കളറാകുന്ന വരെ വഴറ്റിയെടുക്കണേ. മീൻ വറുത്ത എണ്ണയും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാമേ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള എരിവിന് അനുസരിച്ചുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് നമ്മളതിനകത്തേക്ക് വിനാഗിരി ഒഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കായപ്പൊടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ കോരി അതിനകത്തേക്ക് ഇട്ടതിന് ശേഷം ഇതിൻ്റെ ഗ്രേവി നല്ല കുറുകിയിരിക്കുന്നത്, അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. വളരെ കുറച്ച് മാത്രം ചൂടുവെള്ളം ഒഴിക്കുന്നുള്ളൂ. എന്നിട്ടിത് തട്ടിപ്പൊത്തി വെക്കുക. നല്ല അടിപൊളി മീൻ കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു.